സോ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 4 മാർക്സിനും 2 മാർക്സിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. അപ്പം നമ്മൾ പൊല്യൂഷൻ പല രീതിയിൽ എയർ, വാട്ടർ, ലാൻഡ് അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരുന്നതാണ്. ക്രിസ്മസ് എക്സാമിനൊക്കെ സ്ഥിരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു മിനിമം 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ്. അല്ലെ, നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വരാൻ പറ്റുന്ന പോയിന്റേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊല്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, രോഗങ്ങൾ കൂടും, അല്ലെ, ഹെൽത്ത് ഹസാർഡ്സ് കൂടും, അല്ലെ. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയാണ് പൊല്യൂഷൻ കുറയ്ക്കണം എന്ന് പറയുന്നത്. ഓക്കെ, there is an increased evidence that many diseases like cancer, heart attacks and lung complications are caused by pollutant in the environment. ഇതുപോലെ വരുന്ന ഒരുപാട് പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ വാട്ടർ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അതുപോലെ തന്നെ എയറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലങ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്സ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്, അല്ലെ. അപ്പം ഹെൽത്ത് ഹസാർഡ്സ് കുറയ്ക്കാൻ വേണ്ടി ഈ പൊല്യൂഷൻ നമ്മൾ കുറച്ചേ പറ്റുള്ളൂ, അല്ലെ. പൊല്യൂഷൻ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെയാണ് റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ലയബിലിറ്റി. ഇവിടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അക്കൗണ്ടൻസിയിലൊക്കെ പഠിക്കുന്ന, അല്ലെ, നമുക്ക് ബാധ്യതയാണ്, അല്ലെ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ലയബിലിറ്റി എങ്ങനെ കുറയ്ക്കാം, ഈ പൊല്യൂഷൻ കുറച്ചുകൊണ്ട് ലയബിലിറ്റി എങ്ങനെ കുറയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ചിന്തിക്കുമ്പോൾ ചിലപ്പം ചില കുഞ്ഞുങ്ങൾക്ക് കത്തത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് ഒരു ഫാക്ടറി ആണെന്ന് വെച്ചോ. അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഞാനൊരു വാട്ടർ ബോഡിയിൽ പുറന്തള്ളപ്പെടുക, അല്ലെ, അത് കളയുക, വാട്ടർ ബോഡിയിൽ കൊണ്ട് ഞാൻ ഡിസ്പോസ് ചെയ്യുക, കളയുക. ആ സമയത്ത് അതിന് ചുറ്റുപറ്റും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കുറച്ച് ഫാമിലീസ് കാണും, അല്ലെ, അവരവിടെ താമസിക്കുന്ന ആൾക്കാർ കാണും. അപ്പം അവർ യൂസ് ചെയ്യുന്ന ആ വാട്ടർ ബോഡിയിലൂടെ വരുന്ന വെള്ളമായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ ഞാൻ ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്ന സമയത്ത് ആ വെള്ളം യൂസ് ചെയ്യുന്ന ആൾക്കാരെ സ്വാഭാവികമായി അഫക്റ്റ് ചെയ്യും, അല്ലെ. അപ്പം എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. എന്താണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും? അതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആയിരിക്കും. 1-2 ആയിരിക്കില്ല, ലക്ഷങ്ങളായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, അല്ലെ. അപ്പോൾ അവിടെ എനിക്കൊരു ബാധ്യതയാണ്, അവരുടെ ഒരു നഷ്ടമാണ് എനിക്ക് വരുന്നത്. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറേയൊക്കെ ഇതുപോലെ കോമ്പൻസേഷൻ കൊടുത്ത് പൈസ പോകും, അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ആൻ എന്റർപ്രൈസ് ഇസ് ഹെൽഡ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ദ പീപ്പിൾ അഫക്റ്റഡ് ബൈ ദി ടോക്സിസിറ്റി of the gaseous, liquid and solid waste it has released into the environment. അപ്പം ഞാൻ ഡിസ്പോസ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വേസ്റ്റ് കാരണം ബാക്കിയുള്ള ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ചോദിക്കാം. അത് ഞാൻ കൊടുക്കേണ്ട ബാധ്യതയാണ്. ഓക്കെ, മൂന്നാമത്തെയാണ് കോസ്റ്റ് സേവിങ്, അല്ലെ. കുറേയൊക്കെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഡിസ്പോസൽ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് കുറേ പുകയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പുകയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എനർജി അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കറണ്ട് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, എനർജി അപ്പോൾ യൂസ് ചെയ്യുന്നത് കുറവ് യൂസ് ചെയ്താൽ മതി. ആൻഡ് എഫക്റ്റീവ് പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഇസ് ഓൾസോ നീഡഡ് ടു സേവ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. കോസ്റ്റ് സേവിങ്സ് ആർ particularly noticeable when proper production technology result is greater waste which leads to higher cost of waste disposal and cost of cleaning the plants. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അത് മാത്രമല്ല പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം. ചെടികളല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ്, സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇപ്പം 10 എണ്ണമാണ് കുറച്ച് മെറ്റീരിയലും കൊണ്ട് വരുന്നെങ്കിൽ ഈ ഒരു 100 എണ്ണമായിരിക്കും ചിലപ്പം വേസ്റ്റ് ആയിട്ട് ബാക്കി വരുന്നത്, അല്ലേ. അപ്പം നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് വേസ്റ്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടെ വേസ്റ്റ് കൂടുതൽ വരിക, അല്ലെ. അപ്പോൾ കൂടുതൽ വേസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് വെറുതെ പോവുക, അല്ലെ. അത്രയും കൂടെ പൈസ നമ്മുടെ പോവാണ്. അതുപോലെ അത് ക്ലീൻ ചെയ്യണം, ഡിസ്പോസ് ചെയ്യാനൊക്കെ ഒരുപാട് ചിലവാണ്, അല്ലെ. അപ്പം അതൊക്കെ ഇതിനെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോസ്റ്റ് സേവിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ പോയിന്റ് ആണ് ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ്, അല്ലെ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക്കിൽ നമുക്കൊരു ഇമേജ് ആയിരിക്കും. ആൾക്കാർ പറയും, ഓക്കെ, അവർ നമുക്ക് ബാധിക്കുന്ന രീതി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലൊന്നും അവർ ഒന്നും ചെയ്യാറില്ല, അവർ പ്രോപ്പറായിട്ട് വേസ്റ്റ് എല്ലാം കളയുന്നുണ്ട്, ഞങ്ങളെ ചീത്തയായിട്ട് ഞങ്ങളുടെ ഹെൽത്തിനെയോ ബാക്കി ഒരു കാര്യത്തിനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ തന്നെ ഒരു നിലയും വിലയൊക്കെയാണ്, അല്ലെ. ആസ് എ സൊസൈറ്റി ബിക്കം ഇൻക്രീസിംഗ്ലി കോൺഷ്യസ് ഓഫ് എൻവയൺമെന്റൽ ക്വാളിറ്റീസ്. നമ്മളാണെങ്കിലും അങ്ങനെ, അല്ലെ. നമ്മുടെ അടുത്തുള്ള ഒരു ബിസിനസ്
ഇൻസ്റ്റൻസ് നമ്മൾ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന വാട്ടർ ബോഡീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റുപാടും ഒക്കെ ചുമ്മാ കൊണ്ടേ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. അപ്പോൾ ഫേംസ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ഫോർ കൺട്രോളിംഗ് വേസ്റ്റ് വിൽ ഇൻക്രീസ്ലി ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ എന്താണ്, നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വലിയ ശല്യമായിട്ട് നമ്മുടെ കൂടെ വരില്ല. അടുത്താണ് അതർ സോഷ്യൽ ബെനിഫിറ്റ്സ്. ഇതല്ലാതെ വേറെ കുറേ സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് നല്ല എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ വിസിബിലിറ്റി കിട്ടും, നല്ല ക്ലീനർ ബിൽഡിങ്സ് നമുക്ക് കിട്ടും, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതലായിരിക്കും അല്ലേ. പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വന്ന് മരണപ്പെടാനൊന്നും സാധ്യത കാണില്ല. നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കിട്ടും. ആൻഡ് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ഇൻ എ പ്യുവറർ ഫോം അല്ലേ. നമ്മൾ നല്ല പച്ചക്കറികളൊക്കെ വളർത്തുവാണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയിൽ നിന്ന് ചീത്ത പുകയാണ് വരുന്നതെങ്കിൽ ആ ചെടികളിലൊക്കെ പറ്റി പിടിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. അത് തന്നെയല്ല, അതൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയ്യാതാവും അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം, നാച്ചുറൽ പ്രൊഡക്ട്സ് കിട്ടും, നല്ലൊരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ 5 പോയിന്റ് പഠിച്ചു. ഇതിൻ്റെ അകത്ത് 4 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം ആയിട്ട് പഠിക്കുക. മാക്സിമം 4 മാർക്കിന് വരെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ലൈവുകൾ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ലൈവുകൾ നിങ്ങൾ മാക്സിമം കാണുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത സെഷനിൽ വെച്ച് കാണാം. ബൈ.